ശിവൻകുട്ടി അണ്ണൻ ആദ്യം പൊളിച്ചു. ആദ്യത്തെ ലീഡ് 51 വോട്ടിന്റെ ലീഡ് പിടിച്ചു. സൂചനയാണോ എന്നുള്ളതും ആദ്യ ടേബിളിൽ ലിജുവിന് 53 ഇപ്പോൾ കൊല്ലത്തും EVM എണ്ണി തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കായംകുളത്ത് ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ ആദ്യ ടേബിളിൽ, ആദ്യ റൗണ്ട് അല്ല, ആദ്യ ടേബിളിൽ ലിജുവിന് 53 വോട്ടിന്റെ ലീഡാണ്. ആദ്യ ടേബിളിൽ 53 വോട്ടിന്റെ ലീഡ്. ഈ ടേബിളിൽ കഴിഞ്ഞ തവണ ആർക്കാണ് ലീഡ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഒരു റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കാം. ഇപ്പോൾ ആദ്യ ടേബിളിൽ ലിജുവിന് ലീഡ് കായംകുളത്ത് നിന്ന് UDF കോൺഗ്രസിന് ആശ്വാസ വാർത്ത. ലിജുവിന് ലീഡ്. കൊല്ലത്ത് EVM എണ്ണി തുടങ്ങിയിരിക്കുന്നു. ശിവൻകുട്ടി നേമത്ത് 51 വോട്ടിന്റെ ലീഡ്. ശിവൻകുട്ടി അണ്ണൻ നേമത്ത് കുതിപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യമായി ലീഡ് പിടിച്ച് UDF. എഫ്രാജ 18 വോട്ടിന്റെ ലീഡിന്. ആറന്മുളയിൽ UDF 186 വോട്ടുകൾക്ക് മുന്നിൽ. ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് ഉയർത്തുകയാണ്. പൂഞ്ഞാറിലേക്ക് 102 വോട്ടുകൾക്ക്. പൂഞ്ഞാറിൽ UDF ആണ് 102 വോട്ടുകൾക്കാണ്. 132 മണ്ഡലങ്ങളിലെ ഫലസൂചനകൾ വരുമ്പോൾ LDF 65 UDF 64. ദേവികുളത്ത് ആദ്യമായി ലീഡ് പിടിക്കുന്നു UDF എന്നുള്ളതാണ്. എഫ്രാജ 18 വോട്ടിന് ലീഡ്. രാജമാരുടെ മത്സരമാണ് അവിടെ. ബംഗാളിൽ ആദ്യമായി കോൺഗ്രസ് ഇങ്ങോട്ട് BJP ആയിരുന്നു ലീഡ്. ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു ദീദി പശ്ചിമ ബംഗാളിൽ. ആ സന്തോഷ വാർത്ത കൂടി അറിയിക്കാം. തമിഴ്നാട്ടിൽ 2ാം സ്ഥാനത്ത് TVK. DMK-യേക്കാൾ ബഹുദൂരം പിന്നിലാണെങ്കിൽ ആ താക്കോൽ കിട്ടിയ വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ആ താക്കോൽ കിട്ടിയ വിവരം തല്ലിപ്പൊളിച്ചാണോ അറിയില്ല. അതെ അതെ, എന്തായാലും മൂന്നാമത്തെ സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട് കളമശ്ശേരിയിൽ. പക്ഷേ ഇപ്പോൾ സ്ട്രോങ് മുൻപിൽ 80 വോട്ടിന് ഇടത് സ്വാധീനമുള്ള വോട്ടിലാണ്. വളരെ പ്രധാനപ്പെട്ട വിവരം വരുന്നു. പാലയിൽ ജോസ് കെ മാണിക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു വിവരം പറയട്ടെ. പാലയിൽ ഇടത് സ്വാധീനമുള്ള ബൂത്തിൽ മാണി സി കാപ്പൻ 80 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലയിൽ ഇടത് സ്വാധീനമുള്ള ബൂത്തിൽ മാണി സി കാപ്പൻ 80 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അത് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് മാണിയുടെയും നെഞ്ചിടിക്കുന്ന വർത്തമാനമാണ്. വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമല്ലാതെ നിന്നിട്ട് കൂടി മാണി സി കാപ്പൻ ഇടത് കേന്ദ്രമുള്ള സ്ഥലത്ത് വോട്ട് പിടിക്കുന്നു. 236 വോട്ട് ജോസ് കെ മാണി സി കാപ്പന് കിട്ടുമ്പോൾ ജോസ് കെ മാണിക്ക് കിട്ടിയതാവട്ടെ 156. അവിടെ ഷോൺ ബഹുദൂരം പിന്നിലാണ്. 86 വോട്ട്. വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊരു സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, പോസ്റ്റൽ ബാലറ്റിൽ തന്നെ LDF-നോടൊപ്പം പിടിച്ചു UDF എങ്കിൽ EVM എണ്ണി തുടങ്ങുമ്പോൾ അതൊരു വലിയ കഥയായി മാറുമോ? അമ്പലപ്പുഴയിൽ സുധാകരന്റെ ലീഡ് 63 വോട്ടിന്റെ ലീഡ്. ആലപ്പുഴ നഗരസഭയിലെ വോട്ടാണ് എണ്ണുന്നത്. കഴിഞ്ഞ നിയമസഭയിൽ ആലപ്പുഴ നഗരസഭയിൽ LDF-ന്റെ ലീഡ് 6000 വോട്ടിന് മുകളിലായിരുന്നു. ഒരിക്കൽ കൂടി പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് 6000 വോട്ടിന്റെ ലീഡ് കൊടുത്ത അമ്പലപ്പുഴ നഗരസഭയിൽ സുധാകരൻ ലീഡ് ചെയ്യുന്നു. റാന്നിയിൽ UDF ലീഡ് തുടരുന്നു 122 വോട്ട്. റാന്നിയിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. അപ്പൊ അവിടെ നിന്ന് അത് പറയുന്നു. പൂഞ്ഞാറിൽ സജി ജോസഫാണ് മുന്നിൽ. EVM എണ്ണി തുടങ്ങുന്നതോടുകൂടി UDF ഗിയർ മാറ്റുന്നു. EVM എണ്ണി തുടങ്ങുമ്പോൾ ഇപ്പോൾ 66 താലി കൂടുന്നു. ചോടിഞ്ച് പോരാട്ടം. സ്ക്രീൻ ഇപ്പോൾ ചേഞ്ച് ആവും. നാല് സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു കേരളത്തിൽ. ശ്രദ്ധിക്കൂ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ 56 വോട്ടിന് ലീഡിലേക്ക് കടന്നിരിക്കുന്നു.